ഇതാ നിന്റെ സൈസ് ലാർജ് അല്ലേ? ആ അപ്പം മീഡിയം നിനക്ക് ടൈറ്റ് ആയിരിക്കുമല്ലോ. ആ എന്ത് അല്ല ഒന്നുമില്ല, നിന്റെ അലമാര തപ്പിയപ്പോഴേ എല്ലാ ടീഷർട്ടും ലാർജ്, ഈ ഒരെണ്ണം മാത്രം മീഡിയം. വേണമായിരിക്കും അല്ലേ? അല്ല നിനക്ക് ടൈറ്റ് ആവൂല അതുകൊണ്ട്. എടുത്തോ. താങ്ക് യു. അല്ലേ ഞാനേ രാവിലെ 6 മണിക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കാം. അതാകുമ്പോൾ 8 മണിക്ക് അവിടെ എത്തും. നേരത്തെ ഇറങ്ങിക്കോ, മെല്ലെ പോയാൽ മതിയല്ലോ. അല്ലേ ഞാനാ എൻ്റെ പൊന്നളി അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ 100 120 കുറഞ്ഞിട്ടില്ല. പുതിയ NH ഓപ്പൺ ആയില്ലടാ, കീറി പൊളിച്ച് വരാം. അല്ല സൂക്ഷിച്ച് പോയാൽ മതി, ഞാൻ പറഞ്ഞോളൂ. അതിനെപ്പറ്റി അളിയാൻ പേടിക്കണ്ട, പ്രോ റൈഡർ അല്ലടാ. എപ്പോൾ തുടങ്ങിയ പരിപാടി അത്. ദൈവം സഹായിച്ചിട്ട് ഇന്നേ വരെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനോ, എൻ്റെ മിനിമം സ്പീഡ് 70 ആയിരുന്നു. അത് NH-ലൊന്നല്ല, ശരിക്കും ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആ അതിപ്പോൾ കുറേ ആയില്ലത്. അതൊരു 8 മാസമായി. അത് ഇതുപോലെ തന്നെ ഞാനൊരു 100 110 വരെയായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ജംഗ്ഷൻ ഇങ്ങോട്ട് കയറുക, ഞാൻ ചവിട്ടി കൊടുത്ത പുള്ളിക്കാരി അങ്ങ് പോവും, നമ്മൾ ചവിട്ടുമോ? ഞാൻ ഹോൺ അടിച്ചങ്ങ് വിട്ട്. അഥവാ കാര്യം തന്നെ വണ്ടി ചവിട്ടിയാൽ കിട്ടുമല്ലോടാ, നമ്മൾ വണ്ടിയല്ലേ. പക്ഷെ കിട്ടിയില്ലടാ. കേസൊക്കെ അച്ഛൻ ഒതുക്കി തീർത്ത്. പക്ഷെ പുള്ളി മരിച്ചുപോയി. മരിച്ച വീട്ടിൽ ഞാൻ പോയിരുന്നു. ഞാൻ അടിച്ചെന്ന് ആർക്കും അറിയത്തൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു മോളെ, ഒരു 10-12 വയസ്സുണ്ടാവും, എന്നിങ്ങനെ നോക്കുക. നീ എല്ലാവരും എൻ്റെ അച്ഛനെ കൊന്നേ നീ ചോദിക്കുന്നില്ലടാ, എനിക്ക് തോന്നി. എടാ അതെനിക്ക് ചുമ്മാ തോന്നിയല്ലടാ. നിങ്ങൾ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തല്ലോ. നിൻ്റെ അച്ഛനെയും കൊന്നിട്ടേ കുറച്ച് പൈസ നിനക്ക് നോക്കിയിരിക്കും. പൈസയും കേസൊന്നുമില്ലടാ. നോക്കേ ഉറക്കം കിട്ടൂല. ഞാൻ ചവിട്ടി പുള്ളി കയറിപ്പോയാനെ. സ്പീഡിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലോടാ, ചവിട്ടിയാൽ കിട്ടുന്നു. അത് വിടറാ, അതിപ്പോൾ കുറേ കാലമായില്ലേ.